സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിലും ശക്തമായ പോളിംഗ്. വയനാട്ടിൽ ഇതുവരെ 34.38% പേർ വോട്ട് രേഖപ്പെടുത്തി. ചേലക്കരയിലും പോളിംഗ് 41.87% പിന്നിട്ടു. വൈകിട്ട് 6 മണിവരെയാണ് പോളിംഗിന്റെ സമഗ്ര വിവരങ്ങളുമായി ചേലക്കരയിൽ നിന്ന് ആനന്ദ് പുത്തൂരും വയനാട് ചൂരൽമലയിൽ നിന്ന് അർജുൻ PS ചേരുകയാണ്. ആദ്യം അർജുനിലേക്കാണ്. അർജുൻ, നാടാകെ തെരഞ്ഞെടുപ്പ് ആവേശം നടക്കുകയാണ്. പക്ഷേ വയനാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചൂരൽമലയെ സംബന്ധിച്ച് അത്യധികം വേദനാജനകമായ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അവർ നേരിട്ട ദുരന്തത്തിൽ നിന്നും ആ വേദനയിൽ നിന്നുമൊക്കെ അവർ പുറത്തു വരുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് വയനാട്ടിലെ ഒരു സ്ഥിതി? പ്രത്യേകിച്ച് ചൂരൽമല നിവാസികൾ വോട്ട് രേഖപ്പെടുത്താൻ പൂർണ്ണമായും പോയി കഴിഞ്ഞു. എന്താണ് വയനാട്ടിന്റെ സമഗ്ര ചിത്രം? നീലിമ 38% മുകളിലേക്ക് ഇപ്പോൾ പോളിംഗ് എത്തിയിട്ടുണ്ട്. ഭേദപ്പെട്ട പോളിംഗ് എന്ന് നമുക്ക് പറയാം, കനത്ത പോളിംഗ് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്നാൽ തന്നെ 38% കഴിഞ്ഞു, 40%ത്തിലേക്ക് പോളിംഗ് അടുക്കുന്ന ഈ ഒരു സമയമാണ് വയനാട്ടിലേത്. നേരത്തെ നീലിമ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ വലിയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നാൽ തന്നെയും രാവിലെ ചൂരൽമല മുണ്ടക്കൈ നിവാസികളിൽ ഒരു ചെറിയ കുറവുണ്ടായിരുന്നു, ക്യൂവിൽ ചെറിയ കുറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വലിയ ഒരു നീണ്ട ക്യൂ തന്നെ മുണ്ടക്കൈ ചൂരൽമല വിഭാഗക്കാർ ഇവിടെ എത്തി വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് ഇവിടെ വോട്ട് ചെയ്യുന്നത് ചൂരൽമല, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം മേഖലകളിലെ ആളുകളാണ് ഈ ഒരു പ്രദേശത്ത് വോട്ട് ചെയ്യുന്നത്. ഒരു പള്ളിയിലാണ്, സെന്റ് ജോർജ് ചർച്ചിൽ പ്രത്യേകമായി തയ്യാറാക്കിയ വോട്ടിംഗ് കേന്ദ്രത്തിലാണ്, ബൂത്തിലാണ് ഇവർ ഈ ഒരു സമ്മതിദാന അവകാശം നിർവഹിക്കുന്നത്. അത്തരത്തിൽ നിരവധി പേർ ഇപ്പോഴും ക്യൂ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നേരത്തെ തന്നെ നമ്മൾ ഇവരോടൊക്കെ പല അഭിപ്രായങ്ങളും ചോദിച്ചിരുന്നു, അവരുടെ സാഹചര്യമൊക്കെ ചോദിച്ചു. അപ്പോഴൊക്കെ അവർ പറയുന്നത് വലിയ വേദനയുണ്ട്, വലിയ വേദനയിലാണ് തങ്ങളുള്ളത്. പക്ഷേ തങ്ങളുടെ ഒരു സമ്മതിദാന അവകാശം അത് വിനിയോഗിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇവിടെ വന്നത്. മാത്രമല്ല ഇവിടെ വരുമ്പോൾ നിരവധി തങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടവരാണ്, തങ്ങളുടെ കുടുംബം, കൂട്ടുകാർ അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ് ഈ ക്യൂവിൽ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ തങ്ങൾ ഇവിടെ വരുമ്പോൾ പലരെയും കാണുന്നു, തങ്ങളുടെ കൂട്ടുകാരെ കാണുന്നു, അവർ പലരും സൗഹൃദം പുലർത്തുന്നു. അത്തരത്തിൽ വലിയ ഒരു വികാരനിർഭരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ബൂത്തിൽ നിന്നും പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. നേരത്തെയും അത്തരത്തിലുള്ള നിരവധി ദൃശ്യങ്ങൾ നമ്മൾ പങ്കുവെച്ചാൽ ഇപ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോരുത്തരും തങ്ങളുടെ സൗഹൃദങ്ങൾ പങ്കുവെക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കും. അത്തരത്തിൽ ഒരു വികാരനിർഭരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് ഇവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഇതൊരു രാഷ്ട്രീയപരമായിട്ട് ഈ ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും യാതൊരു വിധത്തിലുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ ഒരു അത്തരത്തിലുള്ള ഒരു സഹായമോ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു പരാതി നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഈ ഒരു രാഷ്ട്രീയ ആയുധമാക്കി അത് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. NDA ആരോപിക്കുന്നത് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ടുള്ള ഒരു വിവരം കേന്ദ്ര സർക്കാരിന് ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഫണ്ട് നൽകാത്തത് എന്നുള്ളതാണ്. കേരളത്തിൽ ഈ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവിടെ നേരിട്ട് എത്തുകയും ദുരന്തമുഖം നേരിട്ട് കാണുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ജോർജ് കുര്യൻ, ഈ ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ ഇവിടെ ക്യാമ്പ് ചെയ്യിപ്പിച്ചുകൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പ്രധാനമന്ത്രി കൃത്യമായി പറഞ്ഞതാണ്, നിങ്ങൾ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് തരൂ, പഠന റിപ്പോർട്ട് തരൂ, ഞാൻ നിങ്ങൾക്ക് പൈസ തരാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുക തരാം എന്നുള്ളത് പ്രധാനമന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇതുവരെയായിട്ടും കേരള സർക്കാർ അത്തരത്തിലുള്ള ഒരു കണക്ക് ഇതുവരെയും കേന്ദ്രത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അവതരിപ്പിച്ച കണക്കാകട്ടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണക്കാവട്ടെ വലിയ രീതിയിൽ അതിൽ ഒരു മായം ചേർത്ത തരത്തിലുള്ള കണക്കാണ് എന്നുള്ളതാണ് NDAയുടെയും അതുപോലെ തന്നെ BJPയുടെ ആരോപണം. അതായത് ഒരു മൃതദേഹം സംസ്കരിക്കാൻ 70,000 രൂപയൊക്കെയാണ് ഇത്തരത്തിൽ ഇവർ കൊടുത്തിട്ടുള്ള എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ പറയുന്നത്, കോടതിയിൽ സമർപ്പിച്ച കണക്ക് പറയുന്നത് അത് വരാനിരിക്കുന്ന കണക്ക് കൂടിയാണ്. അതായത് തങ്ങൾ ചെയ്യാൻ പോകുന്നതിന്റെ കൂടി കണക്കാണ് എന്നുള്ളതാണ് സർക്കാർ പറഞ്ഞിട്ടുള്ളത്. എന്നിരുന്നാൽ തന്നെയും ഇത്തരത്തിൽ വലിയൊരു തുക എങ്ങനെയാണ് ഒരു കേന്ദ്രത്തിന് അനുവദിക്കാൻ കഴിയുക? കൃത്യമായ തുക അല്ലെങ്കിൽ കൃത്യമായ കണക്ക് അവതരിപ്പിക്കാതെ, കൃത്യമായ കണക്ക് കിട്ടാതെ എങ്ങനെയാണ് തങ്ങൾ തുക അനുവദിക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. എന്നാൽ തന്നെയും ആളുകളൊക്കെ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞു വന്ന കിറ്റ് വിവാദം, അതായത് മേപ്പാടി പഞ്ചായത്ത് UDF ഭരിക്കുന്ന പഞ്ചായത്താണ്, അവിടെ നിന്നും
നൽകിയ ഭക്ഷ്യക്കിറ്റ്, അതായത് ചൂരന്മല നിവാസികൾക്ക് നൽകിയ ഭക്ഷ്യക്കിറ്റിൽ ഒരു ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. അത് കഴിച്ചത് മൂലം 2 കുട്ടികൾ ആശുപത്രിയിലാകുന്ന ഒരു സാഹചര്യം, അഡ്മിറ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് UDF വലിയ ഒരു തലവേദനയായിട്ടുണ്ട്, അല്ലെങ്കിൽ UDF ക്യാമ്പിൽ വലിയ ഒരു നിരാശയായിട്ടുണ്ട്. മാത്രമല്ല ഇത്തരത്തിൽ തിരുനെല്ലിയിൽ നിന്നും പിടിക്കപ്പെട്ട കിറ്റുകൾ, അതായത് ഈ വോട്ടർമാർക്ക് കൊടുക്കാനെന്ന് കരുതപ്പെടുന്ന കിറ്റുകൾ കണ്ടെത്തിയിരുന്നു. അതിൽ പ്രിയങ്കയുടെയും അതുപോലെ തന്നെ രാഹുലിന്റെയും സോണിയയുടെയും അടക്കം നിരവധി നേതാക്കളുടെ ചിത്രങ്ങൾ പതിച്ച കിറ്റാണ് അവിടെ നിന്നും പിടികൂടിയത്. 20ഓളം കിറ്റുകൾ പിടികൂടിയിരുന്നു. ഇതെല്ലാം വലിയ രീതിയിൽ തങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ഒരു അത്തരത്തിലുള്ള ഒരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമെന്ന ആശങ്കയാണുള്ളത്. മാത്രമല്ല ഇവരുടെ അർജുനാണ് വയനാട് മണ്ഡലത്തിന്റെ സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ ചേലക്കര മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ അരുൺ പുത്തൂർ നമ്മോടൊപ്പം ചേരുകയാണ്. അരുൺ, ചേലക്കര മണ്ഡലം പാലക്കാട് കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പോരാട്ടം. ആനന്ദ് പുത്തൂർ ചേരുകയാണ്. ആനന്ദ്, പാലക്കാട് കഴിഞ്ഞാൽ വലിയ രാഷ്ട്രീയ പോരാട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നത് ചേലക്കരയാണ്. ഈ ചേലക്കരയിൽ വലിയൊരു മാറ്റം പ്രതീക്ഷിക്കപ്പെടുകയാണ്. അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റം പ്രകടമാകുന്ന ക്യാമ്പയിൻ രീതിയാണ് നമ്മൾ കണ്ടത്. ഉച്ചവരെയുള്ള ഒരു കണക്കെടുക്കുമ്പോൾ 42% എത്തിയിരിക്കുകയാണ് ചേലക്കരയിലെ പോളിംഗ്. ഒരു കനത്ത പോളിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ രാഷ്ട്രീയ വോട്ടുകൾ അവിടെ പോൾ ചെയ്യപ്പെടുകയാണ്. നിലവിലെ സാഹചര്യം എന്താണ്? തീർച്ചയായിട്ടും, അതായത് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഏതാണ്ട് 1960 ശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിന്റെ എല്ലാ ആവേശവും ഇവിടുത്തെ പൊതുവെ ഉണ്ട്. കാരണം ഓരോ ദിവസം ഓരോ മണിക്കൂർ കഴിയും തോറും കൃത്യമായിട്ടുള്ള ഒരു വോട്ടിംഗ് പെർസെന്റേജിൽ വർധനവ് വരുന്ന ഒരു കാഴ്ചയുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചേലക്കര LF സ്കൂളിലെ 69ാം ബൂത്തിലാണ്. ഇവിടെ ഇപ്പോഴും നമ്മൾ ഏതാണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ വളരെ വലിയ ഒരു തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഉച്ചവരെ ആകുമ്പോഴേക്കും ഏതാണ്ട് 42% ഈ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ചേലക്കരയിലെ സ്ഥാനാർത്ഥി ബാലകൃഷ്ണൻ വന്നതോടുകൂടി തന്നെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിനായിരുന്നു മണ്ഡലത്തിൽ കളമൊരുങ്ങിയിരിക്കുന്നത്. എന്തായാലും ഈ പുതിയ വോട്ടർമാരാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ കന്യോട്ടാണോ? അല്ലല്ല. എത്രാമത്തോട്ടം? ആരുടെ കന്യോട്ട്? ശ്രേയ. എന്ത് തോന്നി ആദ്യമായിട്ട് വോട്ട് ചെയ്തപ്പോൾ? പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സന്തോഷം തോന്നി? സന്തോഷമുണ്ട്. എത്രാമത്തോട്ടാണ്? എന്റെ ഒരു 40ാമത്തോട്ട്. മക്കളെ കൊണ്ടിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാ? അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നല്ല വ്യക്തി ഏതാ അത് ചെയ്തോന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ താല്പര്യത്തിനല്ല, അവരുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഏതാ നല്ലതെന്ന് തോന്നുന്നത് അത് ചെയ്തോന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും, അതായത് ഇത് തന്നെയാണ് ഇവിടുത്തെ പൊതുവെയുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. വ്യക്തികളെ നോക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് ആളുകൾ എത്തിയിരിക്കുന്നു, നല്ല മികച്ച വ്യക്തികൾ. അപ്പോൾ ആ പഴയ സിദ്ധാന്തങ്ങളെല്ലാം മാറി പറയുന്ന ഒരു കാഴ്ച നമുക്ക് ചേലക്കരയിൽ നിന്ന് എന്തായാലും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേർസാക്ഷ്യം എന്ന് പറയുന്നത് ഈ ചേലക്കരയിൽ BJP വരുത്തിയിട്ടുള്ള ഒരു വളർച്ച തന്നെയാണ്. അതായത് 2011 തെരഞ്ഞെടുപ്പ് നമ്മൾ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേവലം 7500ഓളം വോട്ടുണ്ടായിരുന്ന BJP 2021 മാറുമ്പോൾ അത് 24,000-ലധികം വോട്ടായി വർദ്ധിപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 28,900 വോട്ടിലേക്ക് വർദ്ധിക്കുന്നു. ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് ഏതാണ്ട് 35,000 വോട്ടിലേക്ക് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ക്രമാനുഗതമായി പടിപടിയായിട്ടുള്ള ഒരു വോട്ട് വളർച്ചയാണ് BJP മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് BJP ഗവൺമെന്റ് പ്രധാനപ്പെട്ട ആത്മവിശ്വാസം എന്ന് പറയുന്നതും. 10,340ഓളം വോട്ടുകളാണ് ചേലക്കരയിൽ പുതുതായി ചേർത്തിട്ടുള്ളത്. ഈ വോട്ടുകൾ തന്നെയാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നതും കൂടുതലൊക്കെ. അതായത് ഏതാണ്ട് 7,000ഓളം വോട്ടുകളാണ് BJP ഈ മണ്ഡലത്തിൽ പുതുതായി ചേർത്തിരിക്കുന്നതെന്നാണ് BJP അവകാശപ്പെടുന്നത്. അതായത് BJP നേരിട്ട് ചേർത്തിട്ടുള്ള വോട്ടുകൾ. ഈ വോട്ടിൽ BJP കൃത്യമായിട്ടുള്ള ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ഏതാണ്ട് 1000ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 4-5 മാസങ്ങളായി ചേലക്കര മണ്ഡലത്തിൽ മാത്രം BJPയിലേക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. അതും BJPക്ക് പ്രതീക്ഷ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ചേലക്കരയിൽ മാത്രം ഏതാണ്ട് 100-ലധികം കുടുംബങ്ങൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഏതാണ്ട് 100ഓളം കുടുംബങ്ങളാണ് അത്തരത്തിൽ BJP അംഗത്വം എടുത്തിട്ടുള്ളത്. അതെ ആനന്ദ്, വലിയ രാഷ്ട്രീയ മാറ്റത്തിനായിരിക്കും ഒരുപക്ഷെ ചേലക്കര സാക്ഷി വഹിക്കാൻ പോകുക. BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവ് ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുകയാണ്. ആനന്ദ് പുത്തൂരാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.